ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ പ്രതികളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും അവസാനം പത്മകുമാർ ഏതാനും ദിവസങ്ങൾക്ക് പുറത്തു വരുമെന്നാണ് വാർത്ത. ഒരു കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു, അടുത്ത കേസിൽ ജാമ്യം ലഭിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലിട്ടു. കോടതി പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസുമില്ല, തെളിവുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിൽ? യഥാർത്ഥ പ്രതികളായ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ വിലസുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചോദ്യം ചെയ്യലിന് വിധേയനായി, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ അടിച്ചു മാറ്റി, അവരുടെ പേരിൽ നടപടിയില്ല. ദേവസ്വം ബോർഡ് ഇതുവരെ കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ട് പോലുമില്ല. അപ്പോൾ നടക്കുന്ന ഈ കൊള്ളകളും സ്വർണ്ണക്കൊള്ളയും ഒരു എല്ലാ കാര്യത്തിലും ഗവൺമെന്റ് കള്ളക്കളി കളിക്കുകയാണ്. SITയുടെ മേൽ ശക്തമായ സമ്മർദ്ദമാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അവരുടെ പുറത്ത് നടത്തുന്ന സമ്മർദ്ദം കൊണ്ട് SITയുടെ പ്രവർത്തനം ഇന്ന് നിലച്ചിരിക്കുകയാണ്. SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഗവൺമെന്റിന് അനുകൂലമായി മാത്രം റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു വസ്തുത ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. അയ്യപ്പ സംഗമത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് വാസവനായിരുന്നു. ഇപ്പോൾ ഈ കൊള്ള പുറത്തു വന്നപ്പോൾ വാസവൻ കൈകഴുകുകയാണ്, ബോർഡാണെന്ന് പറയുന്നു. എല്ലാവരെയും പോയി വിളിച്ചത് അദ്ദേഹമാണ്. സ്പോൺസർമാരെ കണ്ടെത്തിയത് വാസവനാണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം കൈകഴുകി മാറുന്നതിന്റെ കാരണം വൻതോതിലുള്ള വെട്ടിപ്പ് നടന്നത് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടു. ആ ജനവികാരമാണ് ഞങ്ങൾ ഈ സഭയിൽ പ്രകടിപ്പിച്ചത്. ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കാരണം ഈ വസ്തുതകൾ ജനങ്ങൾ അറിയുന്ന, ജനങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകളുടെ മേൽ ഗവൺമെന്റ് പ്രതികരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. പോസിറ്റീവായ ഒരു കാര്യവും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. മന്ത്രി രാജിവെച്ചില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് വാസവനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിയത്. ഇന്നോടുകൂടി സഭ തീരുകയാണ്. ഈ പ്രക്ഷോഭം ഞങ്ങൾ കേരള ജനതയുടെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. സഭയ്ക്ക് പുറത്ത് ശക്തമായ പ്രതിഷേധത്തിന്റെ അലയടികൾ ഉണ്ടാകും. അതിനുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പേക്കൂത്ത് ആരാ കാണിക്കുന്നത്? ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടി ജനങ്ങൾ നൽകിക്കോളും. ഈ കേരള ബാങ്ക് നൽകിയ 2 കോടി രൂപ സ്പോൺസർഷിപ്പാണ് എന്നാണ് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ VN വാസവൻ നിയമസഭയിൽ വന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. അതേ VN വാസവൻ സഹകരണ മന്ത്രി എന്ന നിലയിൽ നേരിട്ട ചോദ്യത്തിന് അത് സ്പോൺസർഷിപ്പ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഒരേയാൾ അതെ, തീർച്ചയായിട്ടും. ഇന്നലെ അദ്ദേഹം മാറി മാറി പറയുകയാണ്. അന്യനാണ് മാറി മാറി പറയുകയാണ്. 2 കോടി രൂപ കേരള ബാങ്ക് കൊടുത്തെന്ന് ആദ്യം പറയുന്നു, ഇപ്പോൾ പറയുന്നു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ആരെയാ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഇതെല്ലാം ഈ വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ട് വാസവൻ അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കും. ഒരക്ഷരം വാസവൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇത്രയും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടും വാസവൻ സഭയിൽ എഴുന്നേറ്റ് ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഗവൺമെന്റാണിത്. ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സഭയുടെ പുറത്ത് നടത്തും. അല്ല, എല്ലാ മന്ത്രിമാരുടെയും പേരിൽ ഞങ്ങൾക്ക് അവിശ്വാസം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ മന്ത്രിമാർ ഓരോരുത്തരും അഴിമതിക്കാരാണ്, ഈ സർക്കാർ അഴിമതിക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഇവരെ തള്ളിക്കളയുന്നത്, ജനങ്ങൾ ഇവരെ പുച്ഛിച്ച് തള്ളിക്കളയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ പിന്തുണ നൽകാത്തതിന്റെ കാരണം മനസ്സിലാക്കാതെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കേരള ജനത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെതിരെ അവിശ്വാസം പാസ്സാക്കിയിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇനി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടത്? 2 മണിക്കൂർ പ്രസംഗം കേൾക്കാനാണോ? ഞങ്ങൾക്ക് മനസ്സില്ല. ജനങ്ങൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇതൊരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി എഴുതി കൊടുക്കുന്ന 2 മണിക്കൂർ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരാഞ്ഞ് ഞങ്ങളെ അല്ല, ജനങ്ങൾ അവരെ മുക്കിക്കൊല്ലും, കൊന്നിരിക്കുകയാണ്. ജനങ്ങൾ അവിശ്വാസം പാസ്സാക്കിയ ഒരു ഗവൺമെന്റാണ്. വാസ്തവത്തിൽ ഇവർക്ക് തുടരാനുള്ള അധികാരമില്ലാത്തതാണ്. കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. ഇതൊന്നും പാസ്സാക്കാനുള്ള അധികാരം പോലും ഇല്ലാത്ത ഗവൺമെന്റാണ്. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ആഴക്കടലിൽ മുക്കി താത്തിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക്
വാസ്തവത്തിൽ ഭരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് സത്യം. കോടതി ഇപ്പൊ പോയിരിക്കല്ലേ? KSUവിന്റെ പ്രസിഡന്റ് അലോഷി കോടതിയിൽ പോയി നവകേരള സർവേ വേണ്ടെന്ന് വെപ്പിച്ചില്ലേ? നവകേരള സർവേ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് 20 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന നവകേരള സർവേക്കെതിരായി KSUവിന്റെ പ്രസിഡന്റ് അലോഷി കോടതിയിൽ പോയി. കോടതി നിർത്തിവെച്ചില്ലേ? എന്ത് ഈയിടെയായിട്ട് രാജീവിന് എന്തോ ചെറിയ സ്ഥലകാല വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇത് മറന്നുപോയതാണ്. അതേ മറന്നുപോയി കാണും. ഞങ്ങൾ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിച്ചത് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നവകേരള സർവേ വേണ്ടെന്ന് വെച്ചില്ലേ? ഇതിനു വേണ്ടി ചെലവഴിച്ച പണമുണ്ടല്ലോ, അതിന് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട.